വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 23 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 24. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. അന്വയം: അർപ്പണം ബ്രഹ്മ, അർപ്പണം ബ്രഹ്മം തന്നെ. ഹവിഹി ബ്രഹ്മ, ഹവിസ്സും ബ്രഹ്മം. ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ചെയ്യപ്പെടുന്ന ഹവനക്രിയയും. ബ്രഹ്മകർമ്മ സമാധിന തേന ബ്രഹ്മ ഏവ ഗന്ധവ്യം, ബ്രഹ്മമാകുന്ന കർമ്മത്തിൽ ഏകാഗ്രമനസ്കനായവനാൽ പ്രാപിക്കപ്പെടേണ്ടതും ബ്രഹ്മം തന്നെ. അതായത് ഹോമകർമ്മം ബ്രഹ്മമാകുന്നു. ഹോമസാമഗ്രികളും ഹോമാഗ്നിയും ഹോമക്രിയയും ഹോതാവും ബ്രഹ്മം തന്നെയാകുന്നു. കർമ്മത്തെ ബ്രഹ്മമായി കാണുന്ന ബ്രഹ്മരൂപിയായ യജ്ഞകർത്താവിൻ്റെ പ്രാപ്യസ്ഥാനവും ബ്രഹ്മം തന്നെ. ലളിതമായി പറഞ്ഞാൽ, ബ്രഹ്മജ്ഞാനി സകലവും ബ്രഹ്മമായി കാണുന്നു എന്ന് സാരം. ഭക്ഷണത്തിന് മുമ്പ് ഹൈന്ദവർ മന്ത്രമായി ഉച്ചരിക്കാറുള്ള ശ്ലോകമാണിത്. അതിലൂടെ നാം കഴിക്കുന്ന ഭക്ഷണവും അതിനായി ഉപയോഗിക്കുന്ന പാത്രവും നമ്മുടെ കൈയും കഴിക്കുന്ന നമ്മളും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും അതിലൂടെ ലഭിക്കുന്ന ആരോഗ്യവും എല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് സങ്കല്പിക്കണം, മനസ്സിലാക്കണം. ഇനി ശ്ലോകം 25. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. അന്വയം: അപരേ യോഗിനഃ, മറ്റു ചില യോഗികൾ, ദൈവമേവ യജ്ഞം പര്യുപാസത്തെ, ദേവസംബന്ധിയായ അല്ലെങ്കിൽ ദേവതാരാധനയ്ക്കായി തന്നെ യജ്ഞമനുഷ്ഠിക്കുന്നു. അപരേ യജ്ഞേന ഏവ യജ്ഞം ബ്രഹ്മാഗ്നൗ ഉപജുഹ്വതി, മറ്റു ചിലർ യജ്ഞത്താൽ തന്നെ യജ്ഞത്തെ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നു. അതായത് ചില യോഗികൾ ദേവന്മാരെ ഉദ്ദേശിച്ചുള്ള യജ്ഞമനുഷ്ഠിക്കുന്നു. മറ്റു ചിലർ സർവവും ബ്രഹ്മമെന്ന ഭാവനയോടെ യജ്ഞത്തെ, അതായത് ആത്മാവിനെ ബ്രഹ്മാഗ്നിയിൽ ആഹൂതി ചെയ്യുന്നു. ഉപാധിയോട് കൂടിയിരിക്കുന്ന ആത്മാവിന് നിരുപാധികമായ പരബ്രഹ്മത്തോടുള്ള ഐക്യത്തെ ദർശിക്കുന്നതാണ് ആത്മാവിനെ ബ്രഹ്മത്തിൽ ആഹൂതി ചെയ്യുക എന്നതിൻ്റെ താൽപ്പര്യമെന്ന് ശങ്കരഭാഷ്യം. ഇനി ശ്ലോകം 26. ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. അന്വയം: അന്യേ ശ്രോത്രാദീനി ഇന്ദ്രിയാണി സംയമാഗ്നിഷു ജുഹ്വതി, മറ്റു ചിലർ ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളെ സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അന്യേ ശബ്ദാദീൻ വിഷയാൻ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, വേറെ ചിലർ ശബ്ദാദികളായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അതായത് ചിലർ ശ്രോത്രം മുതലായ ഇന്ദ്രിയങ്ങളെ സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു, വേറെ ചിലർ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ചിലർ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പ്രവേശിക്കാതെ അടക്കുന്നു, വേറെ ചിലർ ഇന്ദ്രിയാഗ്നിയിൽ വിഷയങ്ങളെ ഹോമിക്കുന്നു. അതായത് വിരുദ്ധങ്ങളല്ലാത്ത വിഷയങ്ങളിൽ മാത്രം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. ശ്ലോകം 27. സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ.
അന്വയം: അപരെ സർവാണി ഇന്ദ്രിയകർമാണി, വേറെ ചിലർ സകല ഇന്ദ്രിയ വ്യാപാരങ്ങളെയും, പ്രാണകർമാണിച്ച, പ്രാണൻ തുടങ്ങിയവയുടെ വ്യാപാരങ്ങളെയും, ജ്ഞാനദീപിതെ, വിവേകജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആത്മസംയമ യോഗാഗ്നോ ജുഹ്വതി, ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. അതായത് വേറെ ചിലർ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും പ്രാണാദിവായുക്കളുടെ വ്യാപാരങ്ങളെയും വിവേകജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന ആത്മസംയമം എന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെയും പ്രാണങ്ങളുടെയും സകല വ്യാപാരങ്ങളെയും അടക്കി സമാധിസ്ഥരാകുന്നു. യജ്ഞത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ഭഗവാൻ കൂടുതൽ വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരിഃ ഓം.